ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ തടവിലായിരുന്നതായി സൂചന. നിരവധി തവണ സാവരിയെ ഫോണിൽ വിളിച്ചെങ്കിലും ബന്ധപ്പെടാനായില്ലെന്ന് പിതാവ് ബസന്ത് ജനം ടിവിയോട് വ്യക്തമാക്കി. കേസ് ഒരുക്കി തീർക്കാൻ ഉസ്ബെക്കിസ്ഥാനിലെ പ്രദേശവാസികൾ ബന്ധപ്പെട്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട കേസിലെ നിർണായക വിവരങ്ങളാണ് ബന്ധുക്കൾ ജനം ടിവിയുമായി പങ്കുവച്ചത്. സാവരിയ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ തടവിലായിരുന്നതായാണ് സൂചന. നിരവധി തവണ സാവരിയെ ഫോണിൽ വിളിച്ചെങ്കിലും ബന്ധപ്പെടാനായില്ലെന്നും മറുപടി നൽകിയത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിരുന്നതായും പിതാവ് ബസന്ത് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇപ്പോഴൊക്കെ അങ്ങനെ സംശയം തോന്നുന്നു. കാരണം വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കുന്നതാണ്. കാരണം 4 തവണ ഞാൻ വിളിച്ചപ്പോൾ പോലും എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. പിന്നെ മരിക്കുന്ന രാവിലെ വരെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അന്നേരം ഓൺലൈനിൽ കാണുന്നില്ല. ഒപ്പം താമസിച്ചിരുന്ന വിദ്യാർത്ഥികളും സാവരിയെ 2 ദിവസമായി കണ്ടിരുന്നില്ലെന്നാണ് ലഭിച്ച വിവരം. സാവരിയയുടെ ബന്ധു ഉസ്ബെക്കിസ്ഥാനിലെത്തിയപ്പോൾ കേസ് ഒതുക്കി തീർക്കാൻ ഉസ്ബെക്കിസ്ഥാനിലെ പ്രദേശവാസികൾ ബന്ധപ്പെട്ടെന്നും ബന്ധു പറഞ്ഞു. അവിടെ കൂടെ ഉള്ള സീനിയേഴ്സ് ആണ് അവര് പറയുന്ന 2 ദിവസമായിട്ട് സാവരിയനെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഈ ദേഹത്തുള്ള പാടുകൾ കാണുമ്പോൾ ഒരു നിമിഷം കൊണ്ട് വന്ന പാടുകളല്ല, അത് അങ്ങനെ മർദ്ദിച്ചിട്ട് ഒരു സമയം കഴിയുമ്പോഴാണ് ആ കറുപ്പായിട്ട് വരും. ശരീരം മൊത്തം അതേപോലെ ചെയ്തിട്ടുണ്ട്. കേസിലെ നിർണായക തൊണ്ടി സാധനങ്ങളായ കൊല ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ്, കൊല്ലപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം പോലീസ് ബന്ധുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതും ഉസ്ബെക്കിസ്ഥാനിലെ പോലീസ് അന്വേഷണം നീതിപൂർവമല്ലെന്ന സംശയം ബന്ധുക്കളിൽ ഉളവാക്കിയിട്ടുണ്ട്. ഇത് നിമിഷ നേരം കൊണ്ട് ഈ സംഭവം കഴിഞ്ഞ് ഇത്ര ഷോർട്ട് പീരീഡിൽ അവരവിടെ വന്നിട്ട് കോംപ്രമൈസിന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരത്രയും പിടിപാട് അതിന് മുകളിൽ. കാരണം ഈ മോളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് നേരങ്ങളോളം അവിടെ റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അല്ലാണ്ട് ഒരാൾ ഇത്ര പെട്ടെന്ന് ഒരു കോംപ്രമൈസിന് വേണ്ടി അവിടെ എത്താൻ സാഹചര്യം ഇല്ല. മർദ്ദിച്ചത് പ്രതി സദറുൽ അനം ഒറ്റയ്ക്കല്ലെന്ന സംശയവും ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നു. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.